ഹെർമോണിലെ മഞ്ഞുകണങ്ങൾ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതാവസ്ഥയോടുകൂടെ നേർമുഖം നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ നിഷ്കളങ്കതയുടെ മേൽ കർത്താവ് തൻ്റെ കാരുണ്യം ഒഴുക്കി ഇറക്കിക്കൊണ്ടുവരുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. ഒരു ദിവസം ഫരീസേനും പാപിയും കർത്താവിൻ്റെ സന്നിധിയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചെന്നു. ഫരീസേൻ തൻ്റെ ജീവിതത്തിൻ്റെ നന്മയുടെ വശങ്ങളെ മുഴുവൻ നിരത്തിവെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ പാപിയായ മനുഷ്യൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ പോലുമുള്ള മനസ്സില്ലാതെ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ തോന്നണമേ. ഒന്നും അവന് പ്രശംസിച്ചു പറയുവാനായിട്ടില്ല, ഒന്നും അവൻ അവകാശപ്പെടുവാനുമില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതയുടെ കണ്ണുനീര് ദൈവത്തിൻ്റെ പക്കലേക്ക് ഒഴുക്കിവിട്ട് ആ മനുഷ്യന് പറയുവാനായിട്ടുള്ളത് ഒരൊറ്റ കാര്യമായിരുന്നു: പാപിയാണ് ഞാൻ. നിന്റെ മുമ്പിൽ നിൽക്കുവാനോ നിന്റെ കൃപ ചോദിച്ചു വാങ്ങുവാനോ നിന്റെ അനുഗ്രഹത്തിൻ്റെ സീമയിലേക്ക് കടന്നു വരുവാനോ ഉള്ള അവകാശമോ ഒന്നും എനിക്കില്ല. പാപിയാണ് ഞാൻ, കരുണ തോന്നിയാൽ മാത്രം മതി. ദൈവം പറഞ്ഞു. ആ മനുഷ്യൻ കൂടുതൽ അനുഗ്രഹമുള്ളവനായി മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് മേന്മ പറയുവാൻ ഒന്നുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സമ്പൂർണമായിട്ട് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിന്നെ ഏറ്റെടുത്തുകൊള്ളും. പക്ഷെ ജീവിതത്തിൻ്റെ മേൽ വൻപ് പറയുന്നവനെ ദൈവം കൈവിട്ട് കളയും കേട്ടോ. ജീവിതത്തിൻ്റെ മേൽ ഒരിക്കലും നീ വൻപ് പറയരുത്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങൾ പാപങ്ങൾക്കകത്ത് നീ മുഖരിതമായൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ കൂടിയും നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരിന് ഉത്തരം നൽകുന്നവനാണ് കർത്താവ്. ദൈവം നിന്റെ പാവങ്ങളെ പ്രതിയല്ല, നിന്റെ മനസ്സിൻ്റെ നേർക്കാഴ്ചയിലുള്ള നിഷ്കളങ്കതയെ പ്രതി നിന്നെ അനുഗ്രഹിക്കുന്നവനാണ് നിന്റെ ദൈവം. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നല്ല കള്ളൻ എന്നാണ് അവനെ വിളിക്കുന്നത്. അരികിൽ കിടക്കുന്ന കള്ളൻ ക്രിസ്തുവിനെ പരിഹസിക്കുമ്പോൾ അവൻ പറഞ്ഞു: നീ മിണ്ടാതിരിക്ക്. നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പ്രതിഫലമാണ്. പക്ഷെ ഇവൻ നിഷ്കളങ്കനാണ്. എന്നിട്ട് അവൻ പറഞ്ഞു: കർത്താവേ, നീ നിന്റെ പിതാവിനോടൊപ്പം ആയിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. ക്രിസ്തു അവനോട് പറഞ്ഞു: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഇന്നലെ വരെ അവൻ ചെയ്തിരിക്കുന്ന പാപം എന്താണെന്ന് ക്രിസ്തു ചോദിച്ചില്ല. അവൻ്റെ ഉള്ളിലെ പശ്ചാത്താപത്തിൻ്റെ കണികയെ ക്രിസ്തു തെല്ലുമൊന്ന് പരിഗണിച്ചതുപോലുമില്ല. പക്ഷേ അവൻ്റെ ഉള്ളിലെ നേർക്കാഴ്ച, നിഷ്കളങ്കത, അതിനെ പ്രതി ക്രിസ്തു അവനോട് പറഞ്ഞു: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവത്തിന് നിന്റെ മനസ്സിൻ്റെ നന്മ മാത്രം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ സമർപ്പിച്ചാൽ മതി. അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നീ കൂടുതൽ വമ്പ് പറയുവാനോ വീമ്പിളക്കുവാനോ ഒരുപാട് നിന്നെ പ്രശംസിച്ച് പറയുവാനോ ഒന്നും നിൽക്കണ്ട. നീ എന്താണോ ആയിരിക്കുന്നത് അത് അംഗീകരിക്കുക, അത് ദൈവത്തിന് മുൻപിലേക്ക് വെച്ചു കൊടുക്കുക. ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കാതെ പോകരുതേ. ആമേൻ.